ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റംദാൻ സീരീസ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് മാതും കാണിച്ച് കിടക്കണം. അപ്പോൾ അവനിക്ക് ഫുഡും കൊണ്ട് വന്നപ്പോഴും അവനവിടെ നിന്ന് എണീക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഇതിൻ്റെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട് ക്ലീൻ ചെയ്യാനൊക്കെ കയറാം. കാരണം ഇതിന് ഫുഡ് കൊടുക്കുന്നത് ഒരു വലിയൊരു ടാസ്ക് എന്നെ സംബന്ധിച്ച്. 2-3 മണിക്കൂറത്തോളം ഫുഡായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇരിക്കണം. പിന്നെ അവൻ്റെ കുറേ കരച്ചിലും ബഹളവും ഇതൊക്കെ കാണേണ്ടി വരും. അതൊക്കെ ഉണ്ടാവും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അലക്കിയ ഡ്രസ്സ്, അതെല്ലാം മടക്കി എടുത്തു വെച്ചതിന് ശേഷം വീടൊന്ന് അടിച്ചൊക്കെ വാരിയിട്ട് ഇന്ന് മെയിനായിട്ട് കുക്കിംഗ് ഡ്യൂട്ടി ഇല്ല. കാരണം ഓൾറെഡി ഫ്രോസൺ ചെയ്ത കടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം അടുക്കളയ്ക്ക് കയറിയാൽ മതിയായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് നേരം അവനായിട്ടൊക്കെ അവിടെ ഇരുന്ന് കളിച്ചപ്പോഴത്തേക്കും എൻ്റെ വേറൊരു സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വീഡിയോ കണ്ടിട്ട് കണ്ണും പൊത്തിരിക്കണം, അവളെ കിട്ടണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നെ അവളായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അവൾ വീട്ടിൽ പോയി ട്യൂഷൻ പോകാൻ വേണ്ടി പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ട് ഇതിന് ഉച്ചക്കത്തെ ചോറ് കൊടുക്കാമെന്നും പറഞ്ഞ് ഫുഡൊക്കെ എടുത്ത് അതിനും ഭയങ്കര വാശിയായിരുന്നു, ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ എനിക്ക് എങ്ങനെയൊക്കെ ആ ഫുഡൊന്ന് കൊടുത്ത് തീർത്ത് വേഗം പോയി. അവനും ഫ്രഷായി, ഞാനും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ വെച്ച് കുറച്ച് നേരം കിടന്ന് ഇതിനൊന്ന് ഉറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇപ്പം വൈകുന്നേരം ഉറങ്ങാറില്ല. എന്തൊക്കെയോ ചെയ്തപ്പോഴത്തേക്ക് ഇന്ന് ഉറങ്ങി എന്തോ ഭാഗ്യത്തിന്. പിന്നെ വേഗം ചെന്ന് കട്ട്ലേറ്റിനുള്ളതൊക്കെ റെഡിയാക്കി. പിന്നെ നോമ്പറക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അപ്പോഴത്തേക്കും നമ്മുടെ ഇതിന് എണീറ്റ്. ഞാൻ വിചാരിച്ച് നോമ്പ് തുറന്നിട്ട് എണീക്കുള്ളൂ എന്നാണ്. പക്ഷെ അവൻ അതിൻ്റെ ഇടയിൽ എണീറ്റിരുന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു ആ ഉറക്കത്തിൻ്റെ ഇതിൽ. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. പക്ഷെ ഇവനപ്പോഴും ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ആയപ്പോൾ ഉമ്മി വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായി പോകാൻ വേണ്ടിയിട്ട് അനിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പോഴും എൻ്റെ 2 അനിയത്തിമാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോകണമെന്ന് നോക്കിയിരിക്കണമായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ അവരോടത്തൊക്കെ പോകണമെന്നുണ്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി, അനിയനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉമ്മ അകത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡോറൊക്കെ തുറന്ന് കയറിയപ്പോഴത്തേക്കും ഉമ്മ റൂമിലിരിപ്പുണ്ടായി. പിന്നെ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫുഡ് വാങ്ങിയായിരുന്നു, ഫ്രൈഡ് ചിക്കനാണ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇതിന് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഒരു 9:30 ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഉമ്മ ഒരു ഷാമ്പുവും അതേപോലെ തന്നെ കണ്ടീഷണറൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ വേറൊരാളും കൂടെ ഉണ്ട്, ബ്ലാക്കി. പിന്നെ അവനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.